ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു ദേവസ്വം വിജിലൻസ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുകയാണോ എന്നാണ് ചോദ്യം. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ദേവസ്വം വിജിലൻസിനെ ചോദിച്ചറിയാനുണ്ട്. ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നതാണ്. ഏറ്റവും നിർണായകമായ ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 14 സ്വർണ്ണപ്പാളികൾ അതെങ്ങനെ ചെമ്പുപാളികളായി എന്നതാണ്. റോഷിപാലും ഹരിമോഹനും നമ്മോടൊപ്പം ചേരും. റോഷിപാലിലേക്ക് പോയ റോഷിപാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. സാമ്പത്തിക ഇടപാടുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് നിഷേധിച്ചു എന്നതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് രക്ഷയാവില്ല. കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കേണ്ടി വരും. വിനിത, സ്വാഭാവികമായും ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങൾ, ആരോപണങ്ങൾ, ഇതിലൊക്കെ കൃത്യമായി ദേവസ്വം വിജിലൻസിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഈ വിജയ് മല്യ നൽകിയ സ്വർണം അത് സ്വർണമാണെന്ന് കൃത്യമായി നേരത്തെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. പിന്നെ അതെങ്ങനെ ചെമ്പായി മാറിയെന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ ഇത്രയും ദിവസം 39 ദിവസമാണ് ഈ സ്വർണ്ണപ്പാളികളടക്കം അവിടെ എത്താൻ വൈകിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് വിജിലൻസിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ഇതിനൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തൊട്ടുമുമ്പ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും മറ്റൊരു ആരോപണം. ഏതായാലും ശബരിമലയിൽ സ്വർണ്ണ തട്ടിപ്പ് നടന്നു എന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ആകെ അടിമുടി ദുരൂഹമായിരിക്കുന്ന സാഹചര്യമാണ്. ഈ സ്വർണം ചെമ്പായി മാറിയത് എങ്ങനെ? ഈ കാര്യത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഒന്നൊന്നായി ഉത്തരം പറയേണ്ടി വരും. പീഠം എന്തുകൊണ്ട് കാണാതായെന്ന് ആദ്യം പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ആ പീഠം വാസുദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തിന് നുണ പറഞ്ഞു എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല, പിന്നീട് സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ദുരൂഹമായ ഇടപാടുകളും നടപടികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. ഇനി അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഓരോ ഇടങ്ങളിലും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. അതിന് പണം പിരിച്ചിട്ടുണ്ടോ? സിനിമാ താരങ്ങളിലടക്കം ഈ ആവശ്യത്തിന് വേണ്ടി പണം പിരിച്ചെടുത്തോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ്. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് വിജിലൻസ് ആസ്ഥാനത്ത് ഇപ്പോൾ നൽകേണ്ടി വരിക. ദേവസ്വം വിജിലൻസ് ആസ്ഥാനത്തുള്ള ആ ചോദ്യം ചെയ്യൽ ഒന്നൊന്നായി ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ടി വരും. വിനിത, റോഷിപാൽ തുടരുക. നമുക്ക് ഹരിമോഹനിലേക്ക് കൂടി പോകണം. ഹരി, ഇപ്പോൾ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്തതായി. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പല കാര്യങ്ങളും പറയുകയാണ്. മാധ്യമങ്ങളെ പഴിചാരുകയാണ്. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല, വാസുദേവനുമായി പീഠത്തിന്റെ കാര്യത്തിൽ വന്നതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദേവസ്വം വിജിലൻസ് നിർണായകമായ പല കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ധനികരായ അയ്യപ്പ ഭക്തരെ, അതും അന്യസംസ്ഥാനത്തു നിന്നുള്ളവരെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പലതും ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നതുകൂടിയായിരിക്കുമല്ലേ ലക്ഷ്യമിടുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരായിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് വിജിലൻസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, താൻ ഹാജരാകുന്നില്ല, അതുകൊണ്ട് തന്നെ പക്ഷേ എന്ന് വിളിച്ചാലും ഹാജരാകും എന്നുള്ള കാര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് അല്പസമയത്തിന് മുൻപാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസിന്റെ ഓഫീസിൽ അദ്ദേഹം ഹാജരായിരിക്കുന്നത്. ഇവിടെ വെച്ചുകൊണ്ട് ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ, അതായത് 2019 ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടും. കൂടാതെ സ്വർണ്ണ പീഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിലും അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ വിശദമായി മൊഴിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ദിവസത്തെ മൊഴിയെടുപ്പ് കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും വിശദമായി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ അനുമതി ലഭിക്കും വരെ തലസ്ഥാനം വിട്ടു പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതാണ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ തലസ്ഥാനം വിട്ടു പോകരുത്
എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. റോഷിപാൽ, അതാണ് ചോദ്യമുന്നയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്, പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. ദേവസ്വം ബോർഡിനെതിരെ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലപാടെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി അത് പോറ്റിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പോറ്റിക്ക് ചുറ്റുമുള്ളവർക്ക് മാത്രമല്ല, പോറ്റിയുമായി ഇടപാടുകൾ നടത്തിയിട്ടുള്ളവർക്ക് മാത്രമല്ല, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും മുൻ ബോർഡുകളെയും മുൻ മന്ത്രിയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന മൊഴിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതല്ലേ? വിനിത, ഒരു സംശയവുമില്ല. കാരണം സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഇപ്പോൾ സംശയമുനയിലാണ്. ആ തരത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഉയർത്തുന്നത്. വിശ്വാസികളുടെ മുന്നിൽ പോലും സർക്കാരിനെ സംശയമുന്നിലാക്കുന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ ദുരൂഹമായ ഇടപാടുകളിലടക്കം ഒട്ടേറെ ചോദ്യങ്ങൾ സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അതിൽ പ്രധാനമായും ഈ 14 സ്വർണ്ണപ്പാളികൾ അതെങ്ങനെ ചെമ്പായി മാറി എന്നതാണ് അറിയേണ്ടത്. അത് കാരണം നേരത്തെ അത് സ്വർണ്ണപ്പാളികളായി തന്നെ എത്തിയതാണ്, അത് പിന്നീട് ചെമ്പായി മാറി. പക്ഷെ അത് ദേവസ്വം ബോർഡ് അത് ചെമ്പാണ് എന്ന രീതിയിൽ ഒരു രേഖ നൽകിയെന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഏക പിടിവള്ളി. പക്ഷെ അതിൽ വലിയ ദുരൂഹതയുണ്ട്, അതിനടക്കമുള്ള ഒട്ടേറെ ഉത്തരങ്ങൾ. മാത്രവുമല്ല, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുമായി ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടോ എന്നടക്കമുള്ള അന്വേഷണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ആ തരത്തിൽ ആരോപണങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മാത്രവുമല്ല, ചെന്നൈയിൽ നേരിട്ട് എത്തിക്കുന്നതിന് പകരം ബംഗളൂരുവിലടക്കം ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിലടക്കം സംശയമുണ്ട്. സ്വർണം പൂശാൻ എന്ന പേരിൽ ആരുടെയൊക്കെ കയ്യിൽ നിന്നും പണം പിരിച്ചെടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. മാത്രവുമല്ല, ഇത് പ്രദർശനത്തിന് വേണ്ടിയും പണം പിരിച്ചെടുത്തിട്ടുണ്ടോ, അങ്ങനെ ശബരിമലയിലെ ഒരു ദല്ലാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ഉൾപ്പെടെ ഉയർന്ന സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് സംഘം ചോദ്യം ചെയ്ത് ഏറ്റവും നിർണായകമാണ്. കാരണം സർക്കാർ പോലും പ്രതിസന്ധിയിലാകുന്ന ദേവസ്വം ബോർഡിനെ ഒന്നാകെ സംശയമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന ഉത്തരങ്ങൾ, തെളിവുകൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് പരിശോധന പല തരത്തിൽ നടത്തിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പരിശോധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരത്തിൽ വിജിലൻസ് സംഘത്തിന് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകാം. ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും. മാത്രവുമല്ല, തിങ്കളാഴ്ച സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആ സഭയിൽ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം പ്രതിപക്ഷത്തിന് നൽകേണ്ടി വരും. അങ്ങനെ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്ന ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതായെന്ന പരാതി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എന്തിനാണ് വാസുദേവന്റെ കയ്യിൽ ഈ പീഠമുണ്ടെന്നറിഞ്ഞിട്ടും ഈ പരാതി പറഞ്ഞത് എന്ന ഒരു സംശയമുണ്ട്. ആ സംശയത്തിന് ഉത്തരം പറയേണ്ടി വരും. കാരണം